പ്രിയ ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛ, ഷമാഷ കൊച്ചച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എട്ടുനോമ്പിൻ്റെ 8ാമത്തെ ദിവസമായ ഇന്ന് കഴിഞ്ഞ 7 ദിവസമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരാണ് നമുക്കായിട്ട് വചന സന്ദേശം നൽകുന്നത്. ഇന്ന് ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിൻ്റെ സമാപനമായി ഇന്ന് നമുക്കായി വചന സന്ദേശം നൽകുന്നത് മിനി തോമസ് ടീച്ചറാണ്. MCYMFൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം മുതലേ തന്നെ നമ്മുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്ന ടീച്ചറാണ് മിനി തോമസ് ടീച്ചർ. ടീച്ചർ സർവോദയ ICSC സ്കൂളിലെ അധ്യാപികയായിരുന്നു. അതോടൊപ്പം ടീച്ചറെ കുറച്ച് നാളുകളായിട്ട് വിദേശത്തായിരുന്നു. അവിടെ ഇരുന്നിട്ട് പോലും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും നമ്മുടെ MCYMFന് വേണ്ടിയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശം വചന സന്ദേശം നൽകുന്നതിനായി മിനി തോമസ് ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം ബഹുമാനപ്പെട്ട അച്ഛ, ശമാശ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയ ദൈവജനമേ, കുഞ്ഞുമക്കളെ, സെഗിയോൻ മാളികയെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയ അങ്കണത്തിൽ ഈശോയോടും സകല വിശുദ്ധന്മാരോടും ധന്യൻ മാർവാനോസ് പിതാവിനോടും സകല മാലാഖമാരോടും ചേർന്ന് നമുക്ക് അമ്മയുടെ ജനനത്തിനാൾ ആഘോഷിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രകടമായ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. ഇന്നത്തെ വചനവായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25, 26, 27 വചനങ്ങളാണല്ലോ. കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ അരുമ ശിഷ്യൻ്റെ കയ്യിൽ അമ്മയെ ഏൽപ്പിക്കുന്നു ഈശോ. ഈ സുവിശേഷം നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരുടെ വലിയൊരു സംശയത്തിൻ്റെ നിവാരണം കൂടിയാണ്. ഈശോയ്ക്ക് മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നുവെങ്കിൽ, അമ്മയ്ക്ക് മറ്റ് മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു യഹൂദ സ്ത്രീയെ അന്യഭവനത്തിലേക്ക് അയക്കുകയില്ലായിരുന്നു. അതൊരു പാരമ്പര്യമായിരുന്നു. 3-ാം നാൾ യെരുശലേം ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തിയപ്പോഴും അവിടെ അമ്മയും ഈശോയും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് സഹോദരന്മാരില്ലായിരുന്നല്ലോ. ഈ സഭ സ്ഥാപിച്ച മാർട്ടിൻ ലൂതർ സ്വർഗീയ രാജ്ഞിയായി നമ്മുടെ ഈശോയുടെ വലതുഭാഗത്തിരിക്കുന്ന അമ്മയെ നോക്കി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകും, ഈ അമ്മയെ ഭൂമിയിൽ വെച്ച് സ്നേഹത്തോടെ ഒന്ന് വിളിക്കാനോ ഒന്ന് അമ്മയെന്നൊന്ന് സംബോധന ചെയ്യാനോ സാധിച്ചില്ലല്ലോ എന്ന്. നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. അമ്മയുടെ കരം പിടിച്ച് സ്വഭവനത്തിലേക്ക് പോയ യോഹന്നാൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇടിമിന്നലിൻ്റെ പുത്രന്മാർ എന്ന് വിളിച്ചിരുന്ന സെബദി പുത്രന്മാരിൽ ഇളയവൻ ക്ഷിപ്രകോപി, അധികാരമൂടി, അസഹിഷ്ണു. ഈ യോഹന്നാനെ നമ്മൾ ലൂക്ക 9:54 കാണാം. ഈശോയും ശിഷ്യന്മാരും യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ ശബരിയായിൽ വെച്ച് ശബരിയാക്കർ വഴി തടഞ്ഞപ്പോൾ കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ദേശത്തെയും ഈ ദേശനിവാസികളെയും ഞാൻ അങ്ങ് അഗ്നിക്കിരയാകട്ടെ. ഈ യോഹന്നാൻ 2 ദിവസം അമ്മയോടൊപ്പം കഴിഞ്ഞതിന് ശേഷം എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമായി കലർവാതകത്തിൽ നാം കാണപ്പെടുന്നു. മഗ്ദലന മറിയം യേശുവിനെ കാണുവാനില്ല എന്ന് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ നമുക്കറിയാം യോഹന്നാൻ ഒറ്റ കുതിപ്പിന് ആ കലർവാതകത്തിൽ എത്തിയിട്ടുണ്ടാവും. എന്നാലോ പ്രാതിക്യത്താൽ തികച്ചെത്തുന്ന പത്രോസിന് വേണ്ടി ആ വിനയത്തോടെ കലർവാതകത്തിൽ കാത്തു നിൽക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവം ആദ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടും പത്രോസ് കല്ലറയിൽ കയറി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തിരുവെഴുപ്പ് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ യോഹന്നാൻ അകത്തേക്ക് കയറുന്നുള്ളൂ. ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ അംഗീകാരം. സഭയെ പാറമേൽ ഉറപ്പിക്കാനായി യേശു തിരഞ്ഞെടുത്ത പത്രോസ് ആവണം ഈ മഹാസംഭവം ഈ ലോകത്തെ അറിയിക്കാൻ എന്ന് യോഹന്നാൻ കരുതിയിരുന്നു.
യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ആ പേര് മഹത്വീകരിക്കുന്നത് നാം കാണുന്നില്ല. മരുമ ശിഷ്യൻ, ആ ശിഷ്യൻ, ഈ ശിഷ്യൻ എന്നൊക്കെ മാത്രമേ നാം കാണുന്നുള്ളൂ. ഈ യോഹന്നാനെ പോലെ നമുക്കും അമ്മയുടെ കരം പിടിച്ച് നടക്കാം. നമ്മുടെ ഭവനത്തിലെ ഓരോ കുടുംബാംഗങ്ങളെയും നമുക്ക് ഈ അമ്മയുടെ കരങ്ങൾ ഏൽപ്പിക്കാം. കുരിശിൻ്റെ ചൂട്ടിൽ 3 പേരുമാരെയാണ് നാം കാണുന്നത്. ഇവർ 3 പേരും യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സാക്ഷികളായ വനിതകളാണ്. ക്ലോപ്പോസിൻ്റെ ഭാര്യയും അമ്മയുടെ സഹോദരിയുമായ മറിയം. ഈ മറിയം അമ്മയുടെ സിസ്റ്ററാണെന്നും പറയപ്പെടുന്നു. ഈ മറിയത്തെപ്പറ്റി ബൈബിളിൽ അധികമൊന്നും കാണുന്നില്ലെങ്കിലും ഗലീലയിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിലും യേശുവിനെ ശുശ്രൂഷിക്കുന്നതിലും ഈ അമ്മ ഒന്നാമതായിരുന്നു നാം കാണപ്പെടുന്നു. മഗ്ദലന മറിയം ആദ്യത്തെ സുവിശേഷ പ്രഘോഷക. വളരെ പ്രസിദ്ധമായ ഒരു വീണ്ടെടുപ്പിൻ്റെ ജീവിതമായിരുന്നല്ലോ മഗ്ദലന മറിയുടേത്. യേശു അവളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ആ അന്ധകാരത്തിൻ്റെ ജീവിതത്തിലേക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. യേശുവിന് പുറകെ ഒരു നിഴലായി നടക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും ഈ മഗ്ദലന മറിയാണ്. തോട്ടക്കാര, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന ഒരു ഒറ്റ അപേക്ഷ മതി ഈ മറിയത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാകാൻ. ഈ മറിയത്തെ പോലെ നമുക്കും ഈശോന് പിന്നാലെ ഒരു നിഴലായി നടക്കാം. പരിശുദ്ധ അമ്മ ഒന്നും മിണ്ടാതെ കുരിശിൻ്റെ ചുവട്ടിൽ വിനയത്തോടെ നിൽക്കുന്നു. ഈ വേദനയുടെ നടുവിലും ഗബ്രിയേൽ മാലാഖയുടെ അന്ന് പറഞ്ഞതുപോലെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് അമ്മ. പുത്രൻ എത്രയേറെ ശരീരത്തെ സഹിച്ചു, അതിലേറെ ഈ അമ്മ ആത്മാവിലും മനസ്സിലും സഹിച്ചിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിൽ ഉണ്ണിയെ കാഴ്ചവെച്ചപ്പോൾ ശിമയോൻ നിന്റെ ഹൃദയത്തിനോട് വാൾ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ 33 വർഷം ആ തിരുവഴുത്തിൻ്റെ കാത്തിരിപ്പിനായി, തിരുവഴുത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഹൃദയം തുടങ്ങിയ വേദനയോടെ കാത്തിരുന്നതാണ് നമ്മുടെ അമ്മ. ഹെരോദോസിൻ്റെ വാൾവര തുമ്പിൽ നിന്നും ഉണ്ണിയും എടുത്ത് ബത്ലഹേം മുതൽ ഈജിപ്റ്റ് വരെ മരുഭൂമിയിലൂടെ പാലായനം ചെയ്തതാണ് നമ്മുടെ അമ്മ. 12-ാം വയസ്സിൽ 3-ാം നാൾ കണ്ടുമുട്ടിയപ്പോൾ ആ വേദന നമുക്ക് മനസ്സിലാകും. എന്നാൽ അത് കുരിശുവർണ്ണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാത്തിരിപ്പിൻ്റെ ഒരുക്കമായിരുന്നു എന്ന് നാം കാണുന്നു. കാലിലും പാണികൾ കൈകാലുകൾ തുളച്ചു കയറിയപ്പോൾ ജനക്കൂട്ടത്തിന് അതൊരു കാഴ്ചയായിരുന്നു, അമ്മയ്ക്കോ അതൊരു ബലിയായിരുന്നു. പിതാവിന് തൻ്റെ പുത്രന് ഒരമ്മയെ കണ്ടെത്തണം എന്നുള്ളത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നില്ല. അനാദി മുതലേയുള്ളൊരു തിരഞ്ഞെടുപ്പായിരുന്നു. അതൊരു നിഗൂഢ പദ്ധതിയായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ അമ്മയ്ക്ക് ഒരുപോലെ സ്തുതി പറഞ്ഞിട്ടുണ്ട്. ഹെബ്രയൻ മാലാഖ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അതുപോലെ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവാണ് തുള്ളിച്ചാടിയത്. പിന്നെ ഭവനത്തിൽ നസ്രത്തിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞിട്ടപ്പോൾ ഈശോ എത്രയോ പ്രാവശ്യം ഈ അമ്മയ്ക്ക് സ്തുതി പറഞ്ഞിട്ടുണ്ടാവും. ലോകത്തിൻ്റെ അമ്മയായി പുരുഷൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മെ ഏൽപ്പിക്കുമ്പോഴും ഒരു സ്തുതി പറഞ്ഞുകൊണ്ടാണ് നമ്മെ ഏൽപ്പിക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ വാഗ്ദാന പേടകമാണല്ലോ പരിശുദ്ധ അമ്മ. BC 584 ബാബിലോൺ അടിമത്തം ആരംഭിക്കുന്ന നാൾ മുതൽ യഹൂദന് വാഗ്ദാന പേടകത്തെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. ജെറമ്യ നെബോമലയിൽ ഒളിപ്പിച്ച ആ വാഗ്ദാന പാഠകം പിന്നീട് നാം കാണുന്നത് വെളിപാട് 11:19 സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ വാഗ്ദാന പേടകം കാണാൻ. വെളിപാട് 12:1 നാം കാണുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. നാം ഉൽപ്പത്തിയെ കാണുന്ന ആ സർപ്പത്തിൻ്റെ തല തകർത്ത സ്ത്രീയും സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയും കുരിശിൻ്റെ ചുവട്ടിൽ കാണപ്പെടുന്ന ആ സ്ത്രീയും ആരാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, പരിശുദ്ധ അമ്മ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവ്യബലിയിലും അമ്മയെപ്പോലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നതുപോലെ ഇറ്റിറ്റ് വീഴുന്ന ആ ചോരത്തുള്ളിയെ നോക്കി നമ്മുടെ കണ്ണുനീരും ആ രക്തത്തോട് സമർപ്പിച്ചാൽ നാമും ഈ വാഗ്ദാന പേടകത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെത്തി. റോമ 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നിന്നെ വേർപെടുത്തും, ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാണോ. അതോടുകൂടെ നമുക്കും പറയാം, രോഗപീഠകളോ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ കടബാധ്യതയോ ഒന്നും നമ്മെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം കാണുന്നുണ്ട് ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. ഓരോ ദിവസവും നമ്മെ നോക്കി ഒരു പുനഃതമ്പുരാൻ
ഭയപ്പെടേണ്ട, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, ബഹുമാനിയാണ് എന്ന് പറയുന്ന ഒരു പുനതമ്പുരാൻ നമുക്കുണ്ട്. തൻ്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും വിലയിടുന്ന നമ്മുടെ കർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ചെലവഴിക്കുന്ന നമ്മളെ കാണാതിരിക്കുമോ? പൗലോസ് അപ്പോസ്തലൻ എഫേസ്യക്കാരോട് പറഞ്ഞതുപോലെ, ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യവും പ്രഘോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, വചനത്തിൽ ജീവിക്കാം. പ്രിയപ്പെട്ട അമ്മമാരെ, ചുറ്റുമുള്ളവരെ ഒന്നിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ശ്രമിക്കാനും കണിനിരപ്പാനും നിങ്ങൾക്ക് കഴിയണം. പ്രിയപ്പെട്ട അപ്പന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. യുവാക്കളെ, മാമോദീസ സ്വീകരിച്ച ഒരു കുഞ്ഞു പോലും ഈശോയെയും മാതാവിനെയും ഈ പരിശുദ്ധ സഭയെയും മാറ്റി നിർത്തി വേറൊരു വിശ്വാസത്തിലേക്കോ വേറൊരു സഭയിലേക്കോ പോകാൻ നിങ്ങളുടെ സ്നേഹിതരെയോ ബന്ധുമിത്രാദികളെ അനുവദിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഈ ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ പൗരത്വം നിങ്ങൾക്ക് നേടിയാലും അതിനു മുമ്പേ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അമ്മയുടെ കയ്യിൽ പിടിച്ച് നടന്ന യോഹന്നാനെ പോലെ നമുക്കും ഈശോയുടെയും അമ്മയുടെയും കൈകളിൽ പിടിച്ച് നടക്കാം. നസ്രത്തിലെ ഭവനത്തിൽ അമ്മ ഈശോയെ വളർത്തിയ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരും ദൈവത്തിന് പ്രീതിയുള്ളവരായി ദൈവം നിങ്ങളെയും നടത്തും. ദൈവനാമം മഹത്വപ്പെടട്ടെ. 2 വാക്ക്. ഞാൻ നിങ്ങളെയൊക്കെ പോലെ ചെറുപ്പം മുതലേ അമ്മയെ സ്നേഹിക്കാനോ ജപമാല പിടിക്കാനോ അമ്മയുടെ ഒപ്പം നടക്കാനോ ഒന്നും ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയല്ല. ഞാനൊരു മാർത്തോമ്മ സഭാഗമായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു ആവശ്യമുണ്ട്, ഇൻ കേസ് നമുക്ക് ഒരു പിക്നിക്കിന് 50 രൂപ വേണം, നമ്മളെന്തിനാ ഈ അമ്മയോട് ചോദിച്ചിട്ട് അപ്പനോട് പോയി ചോദിക്കേണ്ട, അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ, നമുക്ക് നേരിട്ട് ചോദിച്ചു കൊടുക്കും. ഞാൻ ജപമാല വ്യക്തിയോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നാലോ ഞാൻ എത്രയേറെ ഈ അമ്മയിൽ നിന്ന് അകന്ന് കഴിക്കും, അത്രയേറെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ ജീവിതത്തിൽ 1-2 എൻകൗണ്ടറുകൾ അമ്മയെ നേരിട്ട് കണ്ട ഒരു അനുഭവം, 1-2 അനുഭവങ്ങൾ എനിക്കുണ്ടായി. അതിനുശേഷം ഈ അമ്മ എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ആരോടും ഏത് രാജ്യത്തും ഏത് ഭാഷക്കാരോടും, പാകിസ്ഥാനികളാവട്ടെ, ഫിലിപ്പീനികളാവട്ടെ, നേപ്പാളികളാവട്ടെ, അവരോടൊക്കെ എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ ഈശോ പങ്കുവെക്കാൻ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ബഹുമാനപ്പെട്ട തോമസ് അച്ഛ എളിയവരായ ഈ 8 അമ്മമാരെ സുവിശേഷ പ്രഘോഷണത്തിനായി ഒരുക്കിയത് അച്ഛനോട് ഞാൻ നന്ദി പറയുന്നു. വെറും സീറുവായ ഈ എനിക്കും ഒരവസരം തന്നതിന് ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. MCMF ഭാരവാഹികളോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിപ്പിക്കുന്നു. ഈ ദേവാലയത്തിലിരിക്കുന്ന ഓരോരുത്തരും ഈ അവസരം ലഭിക്കട്ടെ, ഓരോ അമ്മമാർക്കും ഈ അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ഈ ദിവസം വചന സന്ദേശം നൽകിയതിനെ അനുഗ്രഹിച്ച മിനി തോമസ് മാമയെ കേരളപ്പെടുന്നു. വളരെ തീക്ഷ്ണമതിയായി ശ്വാസജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് ഈ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും തനിക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും വചനം പങ്കുവയ്ക്കുന്നതിന് ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നതിന് ഈ അമ്മ വലിയ മാതൃക കാണിക്കുന്നുണ്ട്. നമ്മുടെ മൗണ്ട് ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് എന്ന് ഒത്തിരി ശുശ്രൂഷകളെ ബലപ്പെടുത്തുകയും അവിടെ തന്നെ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ പരിശീലനം ലഭിച്ച അവിടെ പ്രസംഗത്തിൽ മനസ്സിലായിക്കാണ് പല മേഖലയിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ കൺഫ്യൂഷനോട് മാത്രം ചേർന്ന് എന്ന് സ്നേഹിക്കാനായിട്ട് വിശുദ്ധ പരിശുദ്ധ നമുക്ക് ലോകത്തിൻ്റെ അമ്മയായി മനുഷ്യത്തിൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മയെ യേശുക്രിസ്തു വേദനയുടെ ഇടയിൽ നൽകിയ സംഭവങ്ങളനുസരിച്ച് ഇന്ന് വചന സന്ദേശം നൽകി ബഹുമാനപ്പെട്ട മിനി തോമസ് ടീച്ചറിനെ വലിയ പ്രത്യേകമായിട്ട് ഇടപെടാനുള്ള നന്ദി. ദിവസം ജനിച്ച അനേകമുണ്ട്. എല്ലാവരെയും ബ്രാൻഡ് മധ്യസ്ഥയിൽ പരിശുദ്ധയുടെ മധ്യസ്ഥ ബ്രാൻഡ് സന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി 8 അമ്മമാരാണ് 1 മുതൽ ഇതുവരെ പ്രസംഗിച്ചത്. 1 ദിവസം ശ്രീലാലീസ് ടീച്ചർ, 2ാമതായിട്ട് ലാലി അമ്മ, 3ാമതായിട്ട് ദീപ്തി തോമസ് ടീച്ചർ, 4ാമതായിട്ട് പ്രൊഫസർ സുവർഗീസ്, 5ാമതായിട്ട് ശ്രീമതി അന്നമ്മ ടീച്ചർ, അതിനുശേഷം
6-ാം തീയതി ഷേർലിംഗ് ടീച്ചറും 7-ാം തീയതി ഇന്നലെ ആൻസിയോ ടീച്ചർ ഇന്ന് മിനി തോമസ് പേരാണ് വചന സന്ദേശം നൽകിയത്. വചനം പങ്കുവയ്ക്കാനായിട്ട് തങ്ങളുടെ സാക്ഷ്യം നൽകുവാനായിട്ട് ലഭിച്ച ഈ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി ശരിക്കും സമയത്തുള്ളിൽ നൽകപ്പെട്ട ബന്ധഭാഗത്തെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അറിവിന്റെ പശ്ചാത്തലത്തിലുള്ള വ്യാഖ്യാനമാണ് നൽകിയത്. ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് പകർത്തണം, സ്വായത്തമാക്കണം എന്നുള്ള കാര്യം അവരുടെ പ്രായോഗിക നിർദ്ദേശവും നൽകി വലിയ ധൈര്യത്തിന് ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനും നന്ദി കൂട്ടായ്മയുടെ പേര് നല്ലൊരു കയ്യിൽ എല്ലാവരും